സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 2024 ഇറങ്ങിയ HF100, HF Deluxe ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇതിൽ ഏത് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ, എത്ര രൂപ ഓൺ റോഡ് കോസ്റ്റ് വരും, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ കാണിക്കുന്നത് HF100 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് ഏകദേശം ഓൺ റോഡ് ഒരു 79,500 ആ റേഞ്ചാണ് കോസ്റ്റ് വരുന്നത്. HF100നെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ ഹീറോൻ്റെ സ്റ്റാർട്ടിംഗ് ബൈക്കാണ്. ഇതിൻ്റെ വൈസർ വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറാണ്. നല്ലൊരു ഹീറോൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജൻ ബൾബ്സ് ആണ്, ഫ്ലെക്സിബിൾ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കളർ വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറാണ്. ഇതൊരു ഹൈലി സ്റ്റേബിൾ സസ്പെൻഷനാണ്, നല്ല സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ അലോയ് വീൽസ് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളർ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. 17 ഇഞ്ച് 90-ൻ്റെ ടയർ ആണ് വരുന്നത്. പക്ഷേ ഇത് നോർമൽ ടയറാണ്, ട്യൂബ്ലെസ് അല്ല, സാധാരണ ടയറാണ് HF100ന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മഡ് ഗാർഡ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഡ് ഗാർഡാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, ബ്രേക്ക് വരുന്ന കോമ്പി ബ്രേക്കാണ്. ഫ്രണ്ട് ഡ്രം ബ്രേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫ്രണ്ടോ ബാക്കോ ബ്രേക്ക് പിടിച്ചാൽ തന്നെ അത് ഈക്വലായിട്ട് പ്രൊപ്പോർഷണലായിട്ട് രണ്ട് സൈഡിലും അപ്ലൈ ആകുമ്പോൾ നല്ല ബ്രേക്കിംഗ് കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡും സിൽവറും കളറുള്ള ബോഡി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറേജ് ബോക്സ് ആണ് ഈ കാണുന്നത്. അതിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്പാനർ കാര്യങ്ങളെല്ലാം വെക്കാം. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 97 cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. നല്ലൊരു മൈലേജ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 80 റേഞ്ച് മൈലേജ് കിട്ടുമ്പോൾ ഇത് ഓക്സിജൻ സെൻസറിൻ്റെ വയറാണ് കാണിച്ചേക്കുന്നത്. കാരണം ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആണല്ലോ, BS7 വേരിയൻ്റ് ആണ് വരുന്നത്. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ്, ഫോൾഡബിൾ ടൈപ്പാണ്. അതിൻ്റെ ഫുഡ് റെസ്റ്റ് ഫ്രണ്ട് ബാക്കും വരുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഉണ്ട്, അതിൻ്റെ സെൻസറാണ് കാണുന്നത്. അതായത് വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ബാക്ക് സൈഡിൽ ഫുഡ് റെസ്റ്റും ഫോൾഡബിൾ ആണ്. പിന്നെ ചെയിൻ കവർ വരുന്നത് നല്ല മെറ്റൽ ക്വാളിറ്റിയിലുള്ള ഹൈ ക്വാളിറ്റി ചെയിൻ കവർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ബാക്ക് സൈഡ് സ്പ്രിങ് സസ്പെൻഷനാണ്. അത് 3 പോയിൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ്. അതിൻ്റെ ഹാർഡ്നെസ് 3 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാറ്റ് ബ്ലാക്ക് കളറുള്ള നല്ലൊരു ഗ്രാബ് റെയിലും വരുന്നുണ്ട്, സാരി കാർഡും വരുന്നുണ്ട്. സീറ്റെല്ലാം നല്ല വലുപ്പത്തിലുള്ളതാണ്, രണ്ടുപേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ടാങ്കിൻ്റെ ക്യാപ്പ് വരുന്നത് സിൽവർ കളറാണ്. മീറ്റേഴ്സ് എല്ലാം 2 മോഡലായാലും അനലോഗ് മീറ്റർ തന്നെ വരുന്നത്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് എല്ലാം കാണിക്കും. ഡിമ്മ് ബ്രൈറ്റിനെല്ലാം നോട്ടിഫിക്കേഷൻ മീറ്ററിൽ നല്ല ഭംഗിയായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് സൈഡ് ഇൻഡിക്കേറ്റേഴ്സിനും ഹാലജൻ ബൾബ്സ് തന്നെയാണ്. മാറ്റ് ഗാർഡ് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറുള്ള ഹാർഡ് ഫൈബറാണ് മഡ് ഗാർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സൈഡ് ലുക്ക് വരുന്നത്. സൈലൻസർ ഷീൽഡ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ഒരു ഷീൽഡാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള റെഡും സിൽവറും കൂടിയുള്ള സൂപ്പർ ബോഡി ഗ്രാഫിക്സ് ഓൾ ഓവർ ദ ബോഡി എല്ലാ പാർട്സിലും കൊടുത്തിട്ടുണ്ട്. ഇത് E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. അതായത് 20% എത്തനോളുള്ള പുതിയ ജനറേഷൻ ഫ്യൂലും ഇതിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്ക് സൈഡ് ടയർ പറയുന്നത് 17 ഇഞ്ച് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി വീതി വരും. 90-100 ആവുന്നുണ്ട്. 5 സ്പോക്ക് മാറ്റ് ബ്ലാക്ക് കളറിലുള്ള 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡും ട്യൂബ്ഡ് ടയറാണ് വരുന്നത്. ഈ HF സീരീസിലുള്ള സിംഗാമോ ഇച്ചിരി വണ്ണം കുറഞ്ഞ സിംഗാമാണ് വരുന്നത്. കിക്ക് സ്റ്റാർട്ട് മോഡലാണ്, സെൽഫില്ല, കിക്ക് മാത്രമേ വരുന്നുള്ളൂ. ആക്സിലേഷൻ്റെ കേബിൾ ഊരിയിട്ടേക്കണം, സ്റ്റോക്ക് വണ്ടിയാണല്ലോ. പിന്നെ സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്സിജൻ സെൻസർ വരുന്നുണ്ട്, കാറ്റലിക് കൺവെർട്ടർ, എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം 80,000 രൂപ അടുത്താണ്. പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറോൻ്റെ നല്ല പാറ്റൻഡ് ടെക്നോളജി യൂസുള്ള എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ഏകദേശം ഒരു 7.5 bhp ആണ് പവർ വരുന്നത്. 8.5 Nm ടോർക്ക് വരുന്നുണ്ട്. 80-85 റേഞ്ച് മൈലേജും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് HF Deluxe കടക്കാം. ഇതാണ് HF Deluxe എന്നുള്ള വണ്ടി. ഇത് കാണുമ്പോൾ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് പ്രകടമാകും. കണ്ട HF Deluxe ആകുമ്പോൾ കുറച്ച് ക്രോം അതുപോലെ തന്നെ സിൽവറിൻ്റെയൊക്കെ കളേഴ്സ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ HF100-നേക്കാളും ഒരു 8,000 രൂപ അടുത്ത്, 7,500 രൂപ താഴെ ഇതിന് പ്രൈസ് കൂടുതൽ വരുന്നുള്ളൂ. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ക്രമേണ പറഞ്ഞുതരാം. മെയിനായിട്ട് പറയുക വെച്ചാൽ ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ട് വരും. പിന്നെ i3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി ഉണ്ട്. വണ്ടി ഒരുപാട് നേരം ഐഡിയലായിട്ട് നിർത്താനുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ വണ്ടി തന്നെ കട്ട് ഓഫ് ആയി പോയിട്ട് നമ്മൾ ക്ലച്ച് പിടിച്ച് ആക്സിലേഷൻ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് സ്റ്റാർട്ടായി വരുന്നതാണ്. പിന്നെ മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, ഗ്ലോസി ബ്ലാക്ക് മഡ് ഗാർഡാണ്. സസ്പെൻഷനും ഇതിൽ സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സസ്പെൻഷൻ്റെ താഴത്തെ പീസിൻ്റെ കളർ സിൽവർ കളറായിട്ടുണ്ട്. സെയിം 17 ഇഞ്ച് അലോയ് വീലും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അലോയ് വീലിൻ്റെ കളർ സിൽവർ കളറായി മാറുന്നുണ്ട്. ടയർ വരുമ്പോൾ ട്യൂബ്ലെസ് ടയർ വരും. സാധാരണ HFന് ട്യൂബ്ഡ് ടയറാണ്. ഡിലക്സ് വരുമ്പോൾ ട്യൂബ്ഡ് മാറിയിട്ട് ട്യൂബ്ലെസ് വരും. പിന്നെ ക്രാഷ് ഗാർഡ് അഡീഷണൽ ആയിട്ടൊരു ക്രോം കളർ പ്ലേറ്റഡ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡായിരിക്കും വാഹനത്തിന് വരിക. ഫ്രണ്ട് ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രം ബ്രേക്സ് തന്നെയാണ്, കോമ്പി ബ്രേക്ക് തന്നെ 2 മോഡലും വരുന്നുണ്ട്. ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ
സെയിം ടു സെയിം ആണ്, ഡിറ്റോയാണ്. ഗ്രാഫിക്സ് വരുമ്പോൾ സെയിം ബോഡി ഗ്രാഫിക്സ് തന്നെ വരുന്നുണ്ട്. സിൽവറും ബ്ലാക്കും റെഡും കൂടി മിക്സ് ആണ്, നല്ല ഭംഗിയുള്ള ബോഡി ഗ്രാഫിക്സ് വരും. പിന്നെ പവർ സ്റ്റാർട്ട്, അതായത് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു ബാഡ്ജിങ് അതിൽ വരും. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ബാഡ്ജിങ് വരും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി രണ്ടിലും ഉണ്ട്. HF100 ആയാലും ഡിലക്സ് ആയാലും ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി തന്നെയാണ് രണ്ട് മോഡൽ യൂസ് ചെയ്യുന്നത്. ഗിയർ സിസ്റ്റം ഒക്കെ സെയിം തന്നെ, 4 സ്പീഡ് ഗിയർ സിസ്റ്റം തന്നെയാണ്. ഫുഡ് റെസ്റ്റ്, അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ എല്ലാം ഡിലക്സിലും HF100ലും വരുന്നുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം വരും. ഇതാണ് ആ സെൻസർ, സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫിൻ്റെ സെൻസറാണ് ആ കാണുന്നത്. ബാക്ക് സൈഡ് ഫുഡ് റെസ്റ്റും ഫോൾഡബിൾ ആണ്, സിംഗിൾ ഫോൾഡബിൾ ഫുഡ് റെസ്റ്റാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ വാഹനത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കളറ് ചെറിയ ചേഞ്ച് ഉണ്ട്. മറ്റേത് മൊത്തം ബ്ലാക്ക് വരുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഒരു ക്രോമിൻ്റെ ഒരു കവറിങ് കൂടെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷന് വരുന്നുണ്ട്. പിന്നെ ചെയിൻ കവർ സെയിം തന്നെയാണ്, മെറ്റലോൺ, ഹൈ ക്വാളിറ്റി മെറ്റലോണ്ടുള്ള നല്ലൊരു അടിപൊളി ചെയിൻ കവർ വരുന്നത്. സീറ്റ് സെയിം ആണ്. ഗ്രാബ് റെയിൽ മാറിയിട്ടുണ്ട്. ഗ്രാബ് റെയിൽ മറ്റേതിന് ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പൈപ്പ് പോലെയായിരുന്നു. ഇതിന് നല്ല വീതിയുള്ള സിൽവർ കളറിലുള്ള നല്ല ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ബോഡി ഗ്രാഫിക്സ് സീറ്റ് കവറിലും വരുന്നുണ്ട്. ടെയിൽ ലാമ്പ്, ബാക്ക് ഇൻഡിക്കേറ്റർ, ബാക്ക് മഡ് ഗാർഡ് ഡിറ്റോ സെയിം ടു സെയിം തന്നെയാണ് രണ്ട് വാഹനത്തിനും യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് അലോയ് വീൽ വരുന്നത് സിൽവർ കളറായിരിക്കും. ബാക്ക് സൈഡ് ടയർ കുറച്ചുകൂടി വണ്ണമുള്ള ടയർ വരും. അത് ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ സൈലൻസറിൻ്റെ ഷീൽഡ് മാറും. ഇത് വരുമ്പോൾ ക്രോം പ്ലേറ്റഡായുള്ള നല്ല ഭംഗിയുള്ളൊരു സൈലൻസർ ഷീൽഡ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. HF100 ആകുമ്പോൾ നോർമൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള വരുന്നത്. പിന്നെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ മോഡൽ ബൈക്കുകൾ വരുന്ന പോലെ തന്നെ സെയിം ബ്രേക്ക് ലിവർ തന്നെയാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സ്പാർക്ക് പ്ലഗ് പവേർഡ് എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ OBD2 സെൻസറിൻ്റെ കണക്ഷൻ ഉണ്ടോ കാണിക്കുന്നത്. സെൽഫ് സ്റ്റാർട്ട്, സെൽഫ് മോട്ടർ വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. കൂടാതെ HF ഡീലക്സ് ആകുമ്പോൾ സെൽഫ് സ്റ്റാർട്ടും കിക്ക് സ്റ്റാർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 8000 രൂപ അടുത്താണ് ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 8000 രൂപ നിങ്ങൾക്ക് കൂടുതൽ മുടക്കാമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ HF ഡീലക്സിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി അത് വേണ്ട, നല്ലൊരു മൈലേജുള്ള വണ്ടി കിക്ക് സ്റ്റാർട്ട് ഓടിച്ച് സംതൃപ്തനാവാമെങ്കിൽ നമുക്ക് HF100ലേക്ക് പോകാം. ഓവറോൾ വീൽ ബേസ്, സീറ്റ് ഹൈറ്റ്, ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം സെയിം ടു സെയിം ആണ് രണ്ട് വാഹനത്തിനും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്പാരിസൺ ഡീറ്റെയിൽസ്. HF100ന് ഏകദേശം 79,500 വരും. HF ഡീലക്സിന് 86,500 ആ റേഞ്ചാണ് പ്രൈസിങ് ഇപ്പോൾ ജനുവരിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.